പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബിജെപി രണ്ടക്കം കടക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത് കോൺഗ്രസുകാരെ കണ്ടിട്ടെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ മാസ്റ്റർ. കോൺഗ്രസ് നേതാക്കൾ ബിജെപിയിൽ പോകുന്നത് ഉത്തരേന്ത്യയിൽ മാത്രമല്ല കേരളത്തിലും പതിവായെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. പൊന്നാനിയിൽ ഇടതുമുന്നണി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഗോവിന്ദൻ മാസ്റ്റർ. കേരളത്തിൽ ബിജെപിക്ക് ഒരു സീറ്റ് പോലും കിട്ടില്ലെന്നത് ഉറപ്പാണ്. പിന്നെ ബിജെപി രണ്ടക്കം കടക്കുമെന്ന് മോദി അവകാശപ്പെടുന്നത് കോൺഗ്രസിനെ കണ്ടിട്ടാണെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. നരേന്ദ്രമോദി ഇവിടെ കേരളത്തിൽ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ രണ്ടക്കം തികക്കും. എവിടുന്ന്? കേരളത്തിൽ. ഇവരെ ഉദ്ദേശിച്ചാണ്, അല്ലാണ്ട് ബിജെപി ജയിക്കൂല എന്നെല്ലാവർക്കും അറിയില്ല. ബിജെപി കേരളത്തിൽ ഒരു നിയോജക മണ്ഡലത്തിൽ നിന്നും ജയിക്കില്ല എന്നുള്ളത് ഗ്യാരണ്ടി. അത് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി അല്ല, കേരളത്തിലെ മതനിരപേക്ഷതയുടെ ഗ്യാരണ്ടി. ഉത്തരേന്ത്യയിൽ മാത്രമല്ല കേരളത്തിലും കോൺഗ്രസ് നേതാക്കളും മക്കളും ബിജെപിയിൽ പോകുന്നത് പതിവായി കഴിഞ്ഞു. ഇതിൽ സന്തോഷിക്കുന്നവരല്ല CPIM. ഞങ്ങൾക്ക് ഇടതുപക്ഷക്കാർക്ക്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന പ്രമുഖ നേതാക്കന്മാർ ബിജെപിയിലേക്ക് ചേക്കേറുന്നു എന്ന വാർത്ത ആവേശം നൽകുന്നില്ലേ എന്ന ചോദ്യത്തിന് ആവേശം നൽകുന്നില്ല എന്ന് മാത്രമല്ല, ഇന്ത്യ എന്ന ഈ കൂട്ടുകെട്ടിന്റെ ഭാഗമായിട്ട് ഈ കോൺഗ്രസ് നിലനിൽക്കണമെന്നും കോൺഗ്രസിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവർ ബിജെപിയിലേക്ക് ചേക്കേറാൻ പാടില്ല എന്നുമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ. സംഘപരിവാറിനെതിരെയാണ് പോരാട്ടമെന്നും പൊന്നാനിയിൽ ജയം ഉറപ്പെന്നും സ്ഥാനാർത്ഥി KS ഹംസ പറഞ്ഞു. നമ്മൾ മത്സരിക്കുന്നത് സംഘപരിവാരങ്ങളോടാണ് മത്സരിക്കുന്നത്. സംഘപരിവാരത്തെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കിയാൽ പകരം കയറ്റാൻ ഇന്ത്യ എന്ന മുന്നണി മാത്രമാണുള്ളൂ. കൊല്ലരുത്, അത് മനുഷ്യനാണ് എന്ന് പറയാൻ, ചങ്കൂറ്റത്തോടുകൂടി പറയാൻ ഇടതു ജനാധിപത്യ, ഇടതു ബോധമുള്ള, ഇടതു മെന്റാലിറ്റിയുള്ള പ്രതിനിധികൾ ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ടാവേണ്ടതുണ്ട്. ആയിരങ്ങളാണ് കൺവെൻഷനെത്തിയത്. മന്ത്രി V. അബ്ദുറഹിമാൻ, MLA മാരായ P. നന്ദകുമാർ, KT ജലീൽ, ജില്ലാ സെക്രട്ടറി EN മോഹൻദാസ്, M. സ്വരാജ്, P. ശ്രീരാമകൃഷ്ണൻ, അജിത് കൊളാടി, ഘടകകക്ഷി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. കൈരളി ന്യൂസ്, മലപ്പുറം.